നമസ്കാരം. എസ് പോഡ്കാസ്റ്റിംഗിലേക്ക് സ്വാഗതം. ആദ്യത്തെ വീഡിയോയിൽ നാം പറഞ്ഞു പീനൽ ഗ്ലാൻഡ് മെഡിറ്റേറ്റ് ചെയ്യണമെന്ന്. ഈ പീനൽ ഗ്ലാൻഡാണ് നമ്മുടെ ഉറക്കത്തിൻ്റെ സൈക്കിൾസ് കൺട്രോൾ ചെയ്യുന്നത്. മനുഷ്യബോധം മൂന്ന് അവസ്ഥകളിലാണ് പ്രവർത്തിക്കുന്നത്: ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. ജാഗ്രത അവസ്ഥയിലാണ് നാം പ്രവർത്തിക്കുന്നത്. സ്വപ്നാവസ്ഥയിലാണ് നാം ഇമാജിനേഷൻ, ഭാവന ചെയ്യുന്നത്. ഡീപ്പ് സ്ലീപ്പ്, ആഴമേറിയ ഉറക്കം, ഇത് നമ്മുടെ സബ് കോൺഷ്യസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കവി പറഞ്ഞു, ആഴമേറിയൊരത്തി നീ ഇന്നു നൂലിട്ടിന്നളക്കേണ്ട, ചിറകില്ലാത്ത നിങ്ങൾ മോഹത്താൽ പറക്കേണ്ട. ആഴമേറിയ സാഗരം, നൂലിൽ കല്ല് കെട്ടി ഇട്ട് അതിൻ്റെ ആഴം നീ അളക്കാൻ നോക്കേണ്ട. ചിറകില്ലാത്ത നിങ്ങൾ മോഹത്താൽ പറക്കേണ്ട. എന്നാൽ ഞാൻ പറയുന്നു, ആഴമേറിയ വിജ്ഞാന സാഗരം അളന്നില്ലെങ്കിലും കുറച്ചെങ്കിലും നേടാൻ ശ്രമിക്കണം. നമ്മുടെ ഉള്ളിൽ ഒരാകാശമുണ്ട്. അതിനുള്ളിൽ ചന്താമരപ്പൂ പോലൊരു വീടുണ്ട്. നമ്മുടെ ഉള്ളിലെ ആകാശത്തെ കാണാൻ കഴിയണം. നമ്മുടെ ഉള്ളിലെ ആകാശത്തെ കാണാനുള്ള ഏറ്റവും എളുപ്പം മാർഗം കണ്ണടച്ചിരിക്കുക. കണ്ണടച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഞാനിവിടെ അർത്ഥമാക്കുന്നത് ധ്യാനിക്കുക എന്നുള്ളതാണ്. ഫോക്കസ് യുവർ മെൻ്റൽ അറ്റൻഷൻ. നിങ്ങളുടെ മാനസികമായ ശ്രദ്ധ, നിരീക്ഷണ ബോധം ഉള്ളിലേക്ക് കൊടുക്കുക. സമുദ്രത്തിൻ്റെ അഗാധതയിൽ അമൂല്യമായ രത്നങ്ങളുണ്ട്. എന്നാൽ അവ എല്ലാവർക്കും കിട്ടാറില്ല. വനത്തിൻ്റെ ഉള്ളിൽ സൗരഭ്യമുള്ള മനോഹരമായ പുഷ്പങ്ങളുണ്ട്. എന്നാൽ അത് ആർക്കും മണക്കാൻ കിട്ടാറില്ല. നമ്മുടെ ഉള്ളിലുള്ള അമൂല്യമായ രത്നങ്ങളും സൗരഭ്യമുള്ള പുഷ്പങ്ങളും നാം ധ്യാനിച്ച് മനസ്സിലാക്കണം എന്നതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. കവി പാടി, മുക്കിടുന്നു മുറ്റും ഭുവനൈക ശില്പി,
മനുഷ്യകൃത്താം കനകത്തെയേതു പണിത്തരത്തിൻ ഉപയുക്തമാക്കാൻ. മനുഷ്യൻ്റെ കൃത്താകുന്ന സ്വർണത്തെ ഏതോ രീതിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടി ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ശില്പി സുഖദുഃഖങ്ങളാകുന്ന അനുഭവങ്ങളുടെ തീച്ചൂളയിൽ ഇട്ടടിച്ചു പരത്തുകയാണ്, പുതിയ പുതിയ ഭാവതലങ്ങളിലേക്ക് മാറ്റുവാൻ. നിങ്ങളുടെ ധ്യാനം, നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ മനസ്സെന്ന ആ സ്വർണം നിങ്ങളുടെ ഉള്ളിലെ അഗ്നിയിൽ അടിച്ചു പരത്തുവാൻ ഈ സന്ദേശം ഉപകരിക്കട്ടെ. ധ്യാനം എന്നാൽ കേവലമായി കണ്ണടച്ചിരിക്കുന്ന ഒരവസ്ഥ അല്ല. When you shut your 5 senses, there is a door open. നിങ്ങളുടെ 5 ഇന്ദ്രിയങ്ങളുടെ വാതിലുകളും നിങ്ങൾ അടച്ചു കഴിയുമ്പോൾ ഒരു വാതിൽ തുറക്കും. അപ്പോൾ മാത്രമേ ധ്യാനം സംഭവിക്കുന്നുള്ളൂ. നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ വാതിലുകൾ ശാന്തതയിൽ, സമാധാനത്തിൽ, സ്വസ്ഥതയിൽ ഷട്ട് ചെയ്യുക. അപ്പോൾ ഉള്ളിലൊരു ഇന്നർ വേൾഡ് ഓപ്പൺ ചെയ്തു വരും. ഇനി നമ്മൾ സംസാരിക്കുന്നത് ഒരു സത്യത്തെക്കുറിച്ചാണ്. പലരും പറയും, ഞാൻ തീരുമാനങ്ങൾ എടുത്തു. സത്യത്തിൽ നമ്മൾ ഡിസിഷൻസ് എടുക്കുന്നുണ്ടോ? അല്ല, ഈ ഡിസിഷൻസ് ഓൾറെഡി എടുത്തതാണോ? പലരും പറയാറുണ്ട്, എൻ്റെ ജീവിതം ഞാനാണ് നിയന്ത്രിക്കുന്നത്. സത്യത്തിൽ നിന്റെ ജീവിതം നീ കൺട്രോൾ ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ബ്രെയിൻ ഓട്ടോമാറ്റിക് മോഡിൽ റൺ ചെയ്യുകയാണോ ചെയ്യുന്നത്? നിങ്ങൾ അന്വേഷിക്കേണ്ട ഒരു ചോദ്യം, നിങ്ങളുടെ ബ്രെയിൻ ഹിഡൻ സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്നതാണോ? ഈ ബ്രെയിൻ്റെ ഹിഡൻ സിസ്റ്റം എന്താണ്? ഇപ്പോൾ ലോകത്ത് നടക്കുന്ന ചില സിഗ്നൽസ് നമുക്ക് ശ്രദ്ധിക്കാം. AI സിസ്റ്റം ഹ്യൂമൻ ബിഹേവിയർ പ്രെഡിക്റ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസ് എക്സ്പെരിമെൻറ്റ്സ് നടക്കുന്നു. സ്ലീപ്പ് സയൻസ് മനുഷ്യ കോഗ്നിഷൻ ഡിക്കോഡ് ചെയ്യുന്നു. സൈക്കോളജി ബേസ്ഡ് മാർക്കറ്റിംഗ് ഗ്ലോബൽ ലെവലിൽ
വളരുന്നു. ഇതെല്ലാം സിമ്പിൾ ടെക്നോളജീസ് അല്ല, ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. വേണമെങ്കിൽ റിസർച്ച് ചെയ്തോളൂ. സത്യത്തിൽ ഇപ്പോൾ നമുക്ക് സംഭവിക്കുന്നത് എന്താണ്? നമ്മുടെ ബ്രെയിൻ പറയുന്നു ഫോക്കസ് ഓൺ വർക്ക്, എന്നാൽ നമ്മൾ പറയുന്നു 5 മിനിറ്റ് യൂട്യൂബ് നോക്കട്ടെ. അപ്പോൾ നമ്മളുടെ ഒരു 3 മണിക്കൂർ പോയി കിട്ടും. ഹ്യൂമൻ ബ്രെയിൻ ഹാസ് 100 ബില്യൺ ന്യൂറോൺസ്. സ്റ്റിൽ ഫോർഗെറ്റ്സ് വെർ കീ ഈസ് ആർ. മനുഷ്യൻ്റെ തലച്ചോറിൽ 100 ബില്യൺ ന്യൂറോൺസ് ഉണ്ട്, എന്നാൽ അതിൻ്റെ താക്കോൽ എവിടെയാണെന്ന് മറന്നുപോയിരിക്കുന്നു. ശാസ്ത്രം പറയുന്നു മനുഷ്യൻ്റെ തലച്ചോർ പവർഫുള്ളാണെന്ന്. എന്നാൽ മനുഷ്യരായി നമ്മൾ കൺഫ്യൂസ്ഡ് അബൌട്ട് ലൈഫ്. നമ്മൾ ഇന്ദ്രിയങ്ങളെക്കുറിച്ച് പറഞ്ഞു. സ്പർശനം അനുഭവേദ്യമാക്കുന്ന സ്കിൻ, ശ്വാസം സ്വീകരിക്കുകയും പുറത്തുവിടുകയും ചെയ്യുന്ന നമ്മുടെ നോസ്, ശബ്ദം കേൾക്കുന്ന ചെവി, കാഴ്ച കാട്ടിത്തരുന്ന കണ്ണുകൾ, രുചി അറിയിക്കുന്ന നാക്ക് എന്നിങ്ങനെ പഞ്ചേന്ദ്രിയങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, ഈ 5 ഇന്ദ്രിയങ്ങളും കൂടിച്ചേരുന്നതിനെയാണോ മനസ്സെന്ന് പറയുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യാൻ മറക്കരുത്. Mind is the wave in the ocean of energy. മനുഷ്യരായ നമുക്ക് ചുറ്റും ഒരു ഊർജ പ്രകാശ വലയമുണ്ട്. ആ പ്രകാശ വലയത്തെ നമ്മൾ ഓറ എന്ന് വിളിക്കുന്നു. ഇത് ബയോപ്ലാസ്മിക് ബോഡി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ജൈവ ഊർജ ശരീരം. ഈ ജൈവ ഊർജ ശരീരത്തിൽ എനർജി സെൻറ്റേഴ്സായ ചക്രാസ് വേളിംഗ് മോഷനിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. പുരാതന ഋഷിമാർ കണ്ടുപിടിച്ചതാണത്. 7 ചക്രാസ്. അപ്പോൾ നമുക്ക് ചുറ്റും ഒരു ഊർജ്ജപ്രകാശ വലയമുണ്ട്. അതിന് ഓറ എന്ന് പറയുന്നു. അതിൽ വേളിംഗ് മോഷനിൽ ചക്രാസ് എനർജി സെൻറ്റേഴ്സ് ഉണ്ട്. ഈ എനർജി സെൻറ്റേഴ്സ് നമ്മളുടെ നളീരഹിത ഗ്രന്ഥികളുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു.
ധ്യാന ഗുരുക്കന്മാർ ഈ എനർജി സെൻറ്റേഴ്സിൽ ധ്യാനിക്കുവാൻ പഠിപ്പിക്കാറുണ്ട്. നമ്മുടെ അഹംബോധത്തെ കണ്ടെത്തുവാനും നമ്മുടെ ആത്മീയമായ തരംഗങ്ങളെ തിരിച്ചറിയുവാനും സത്യത്തിൽ ധ്യാനം ഉപകരിക്കുന്നു. ഇനി നാം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ശ്വാസം. നമുക്ക് ചലിക്കുവാൻ, പ്രവർത്തിക്കുവാൻ, ചിന്തിക്കുവാൻ, നമ്മുടെ അവയവങ്ങൾ പ്രവർത്തിക്കുവാൻ ഈ ശ്വാസം ആവശ്യമാണ്. ഇൻഹെയിൽ ഉള്ളിലേക്ക് ശ്വാസം എടുക്കുന്നു, എക്സെയിൽ പുറത്തേക്ക് ശ്വാസം വിടുന്നു. ഈ ശ്വാസം എടുക്കുക, പുറത്തേക്ക് വിടുക, അതിനെ നിരീക്ഷിക്കണം, അതിൻ്റെ ഇടവേളകൾ മനസ്സിലാക്കണം. പെട്ടെന്ന് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുവാൻ നമുക്ക് കഴിയും ഈ ശ്വാസത്തെ നമ്മൾ തുടർച്ചയായി ശ്രദ്ധിക്കുന്നത് വഴി. നാം നമ്മുടെ ശ്വാസത്തെ തുടർച്ചയായി ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ഒരു അവയർനെസ്, സഹജ അവബോധം വികസിച്ചു വരും. നാം കാര്യങ്ങളെ കൂടുതൽ മനസ്സിലാക്കുവാനും നമ്മളിൽ ഒരു ഇൻറ്റ്യൂഷൻ, അക്കപഠനം ആരംഭിക്കും. ലുക്ക് ഇൻവാർഡ്, ഉള്ളിലേക്ക് നോക്കണം. ഉള്ളിലേക്ക് നോക്കുവാൻ പ്രധാന ജാലകമാണ് ഈ ശ്വാസം, പിന്നെ ഈ എനർജി സെൻറ്റേഴ്സുകൾ. ഇതെല്ലാം ഒരുമിച്ച് ചെയ്യാൻ കഴിയുകയില്ല. ആദ്യം ശ്വാസത്തെ ശ്രദ്ധിക്കുക. മറ്റൊന്നാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ താളം. ഹൃദയത്തെ ശ്രദ്ധിച്ചാൽ, ഹൃദയത്തെ സസൂക്ഷ്മം ധ്യാനിച്ചാൽ വളരെ പെട്ടെന്ന് നാം ശാന്തരായിത്തീരും. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ മനുഷ്യ ശരീരത്തിലെ എല്ലാം, തൊടുന്നതെല്ലാം മർമ്മങ്ങളാണ്. തൊടുന്നതെല്ലാം വളരെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സാണ്. നിങ്ങളുടെ ധ്യാനം നിങ്ങൾ ആരംഭിക്കേണ്ടത്, ഞാൻ പറഞ്ഞു, പീനൽ ഗ്ലാൻഡിലാണ്. അപ്പോൾ പീനൽ ഗ്ലാൻഡ് തലച്ചോറിനുള്ളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് അതിനെ നമുക്ക് ചിലപ്പോൾ ധ്യാനിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അതിനൊരു എളുപ്പ വഴിയുണ്ട്. നിങ്ങളൊരു ധ്യാന ഗുരുവിൻ്റെ അടുക്കൽ പോവുകയാണെങ്കിൽ ആദ്യമായി നിങ്ങൾക്ക് ഒരു ദീക്ഷ തരുന്നത് ഇവിടെയായിരിക്കും. അവിടെ ധ്യാനിച്ചാൽ മതി. ഇല്ല, നിങ്ങൾക്ക് സ്വയമേവ തന്നെ ധ്യാനിക്കാം. ദീക്ഷയുടെ ഒന്നും ആവശ്യമില്ല. ഇറ്റ്സ് എ സീറ്റ് ഓഫ് മൈൻഡ്, ഇറ്റ്സ് എ പോയിന്റ് ഓഫ് ആജ്ഞ. ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞ പീനൽ ഗ്ലാൻഡിലേക്കുള്ള എൻട്രി.
ഇവിടെ നിന്ന് ധ്യാനം ആരംഭിക്കുക. 1 മിനിറ്റോ 2 മിനിറ്റോ 3 മിനിറ്റോ കുറഞ്ഞ സമയങ്ങളിൽ ധ്യാനം ആരംഭിക്കുക. അപ്പോൾ നമ്മുടെ ഇറ്റ് ഈസ് എ സീറ്റ് ഓഫ് മൈൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ മനസ്സിൻ്റെ സീറ്റ് ഇസ് എ പോയിന്റ് ഓഫ് വിസ്ഡം, ജ്ഞാനത്തിൻ്റെ ഇരിപ്പിടമാണ്. ധ്യാനിക്കൂ. നിങ്ങൾക്ക് ഏകാഗ്രതയും ജ്ഞാനവും ലഭിക്കും. കാരണം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ജ്ഞാനം ഇരിക്കുന്നുണ്ട്. പുറമേയുള്ള പുസ്തകങ്ങളിൽ നിന്ന് പഠിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. ഈ ധ്യാനം ആരംഭിക്കുന്നു. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഹെവിനെസ് അവിടെ അനുഭവപ്പെടും. അപ്പോൾ നിർത്തുക. വീണ്ടും ശ്വാസത്തെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ മനസ്സ് കൂടുതൽ ശാന്തമായി വരും. ഇപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ 1 ആഴ്ച 2 ആഴ്ച അങ്ങനെ നമ്മൾ ഇങ്ങനെ 2-3 മാസമൊക്കെ ഇങ്ങനെ തുടർച്ചയായി ഈ പോയിന്റുകളിൽ ശ്രദ്ധിച്ച് കഴിയുമ്പോൾ നമുക്കൊരു അവയർനെസ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ മനസ്സെന്താണ്, അതിൻ്റെ തരംഗങ്ങൾ, അതിലുള്ള ഉയർത്തുന്ന അസ്വസ്ഥതകളും സ്വസ്ഥതകളും സുഖവും എല്ലാം നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. അപ്പം മനുഷ്യൻ്റെ തലച്ചോറാണ് നമ്മെ നിയന്ത്രിക്കുന്നത്. ഈ തലച്ചോറിന് 2 ലെവലുണ്ട്. ഒന്ന് കോൺഷ്യസ് മൈൻഡ്, നീ അറിയുന്നത്. 2 സബ് കോൺഷ്യസ് മൈൻഡ്, നീ അറിയാത്തത്. ഇവിടെ സയൻസ് നമ്മുടെ 2 ഹെമിസ്ഫിയേഴ്സിനെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. ലെഫ്റ്റ് ഹെമിസ്ഫിയർ, റൈറ്റ് ഹെമിസ്ഫിയർ, നെറ്റിയുടെ 2 വശമുള്ള ഹെമിസ്ഫിയേഴ്സുകളെ. ഇവിടെ ലെഫ്റ്റ് ഹെമിസ്ഫിയർ, ഇത് റൈറ്റ് ഹെമിസ്ഫിയർ. ഇത് 2 സിഗ്നൽസാണ്. നമുക്ക് പ്രപഞ്ചത്തിലെ തരംഗങ്ങൾ പിടിച്ചെടുത്ത് ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ കഴിയും. സിഗ്നൽസാണ്. ഇത് ലെഫ്റ്റ് ബ്രെയിൻ, ഇത് റൈറ്റ് ബ്രെയിൻ. ഇത് കോൺഷ്യസ് മൈൻഡ്, ഇത് സബ് കോൺഷ്യസ് മൈൻഡ്. ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഇതിന് വാക്കുകളല്ല ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നത്, സിംബൽസാണ്. സിംബൽസ്, ചിഹ്നങ്ങൾ. ലെഫ്റ്റ് ബ്രെയിൻ വാക്കുകളാണ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. ഇവിടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മുടെ ഹാബിറ്റ്സുകളെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, ഇമോഷൻസ് ട്രിഗർ ചെയ്യുന്നുണ്ട്, റിയാക്ഷൻസ് ഡിസൈഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതേക്കുറിച്ച് നമുക്കൊന്നും കാര്യമായ അറിവില്ല. അതായത് സത്യത്തിൽ നമ്മൾ തിങ്ക് ചെയ്യുന്നുണ്ടോ? ഓൾറെഡി പ്രോഗ്രാംഡായ റെസ്പോൺസസ് റൺ ചെയ്യുകയാണോ ചെയ്യുന്നത്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം?
നീ ഡിസിഷൻ എടുക്കുന്നു എന്ന് നിനക്ക് തോന്നും. ബ്രെയിൻ ആക്ടിവിറ്റി ഡിസിഷന് മുമ്പ് ആരംഭിക്കുന്നു. അപ്പോൾ ഈ ഡിസിഷൻ കോൺഷ്യസ് ആണോ അതോ പ്രഡിക്ഷൻ ആണോ? ഹാബിറ്റ്സ് പ്രോഗ്രാമിംഗ്, ഡെയിലി ലൈഫ്, ഉറക്കമുണരുക, ഫോൺ ചെക്ക് ചെയ്യുക, ഇമോഷൻസ്, റിയാക്ഷൻസ്, ഇവയെല്ലാം സബ് കോൺഷ്യസ് പ്രോഗ്രാമിംഗ് അല്ലേ? നീ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യുന്ന ബിഹേവിയർ അല്ലേ? നീ റിപ്പീറ്റ് ചെയ്യുന്ന ബിഹേവിയർ ആണ് എന്ന് ഞാൻ പറഞ്ഞാൽ ശരിയാണോ? തോട്ട്സ് വരുന്നു, പോകുന്നു. അവയെ ഒബ്സേർവ് ചെയ്യുക. അവയെ ഒബ്സേർവ് ചെയ്യുന്ന ഒരാളുണ്ട്. ആ ഒബ്സർവർ ആരാണ്? ഒരു വലിയ ചോദ്യമുണ്ട്. നീ ബ്രെയിനാണോ, അല്ലെങ്കിൽ ബ്രെയിൻ ക്രിയേറ്റ് ചെയ്യുന്ന എക്സ്പീരിയൻസ് ആണോ? ഇന്ന് നമ്മൾ കണ്ടത് ബ്രെയിൻ കൺട്രോൾ ഇല്യൂഷൻ, സബ് കോൺഷ്യസ് പ്രോഗ്രാമിംഗ്, ഡിസിഷൻ മേക്കിംഗ് മിസ്റ്ററി. ഇവ ഒരു വലിയ സത്യത്തിലേക്ക് നമ്മെ നയിക്കുന്നു. നീ തോട്ട്സ് അല്ല, നീ ഹാബിറ്റ്സ് അല്ല, നീ അവയർനെസ് ആണ്. നീ തോട്ട്സ് അല്ല, നീ ഹാബിറ്റ്സ് അല്ല, നീ അവയർനെസ് അല്ല. ശരിയാണോ ഞാൻ പറഞ്ഞത്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. എങ്കിൽ നിങ്ങൾ നിങ്ങളെ ആക്ടിവേറ്റ് ചെയ്യുക. നിങ്ങളുടെ തോട്ട്സ് ഒബ്സർവ് ചെയ്യുക. നിങ്ങളുടെ തോട്ട്സ് ഒബ്സർവ് ചെയ്യാൻ തുടങ്ങുക. കാരണം നീ തോട്ട്സ് അല്ല. ഞാൻ പറഞ്ഞു, കടൽ തീരത്ത് പോയിട്ട് തിരമാലകൾ അടിച്ച് തീരത്തോട് വരുന്നു, തീരത്തുനിന്ന് അകന്നു പോകുന്നു. ഇതുപോലെയാണ് നമ്മുടെ മനസ്സിലെ ചിന്തകളും. അവ വരട്ടെ പോകട്ടെ, ഒബ്സർവ് ചെയ്യുക മാത്രം ചെയ്യുക. പുതിയ ചോദ്യങ്ങളുമായി വീണ്ടും വരാം. എസ് ജെ പോഡ്കാസ്റ്റിംഗ്. നന്ദി, നമസ്കാരം.